ഓക്കെ ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ ഫോർസ ഹൊറൈസൺ 5 ആണ് കളിക്കാൻ പോണേട്ടാ. ഇന്ന് പിന്നെ ഞാൻ കൊണ്ടുവന്ന വണ്ടിയില്ലേ, ഈ വണ്ടി ഏതാന്ന് കുറേ പേർക്ക് മനസ്സിലായിണ്ടോ? ഇതാ മറ്റേ കോണൈസഗ് ജസ്കോയ. ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഈ വണ്ടിക്ക് പിന്നെ ഭയങ്കര സ്പീഡാ. ഫോർസ ഹൊറൈസൺ 5 ഏറ്റവും സ്പീഡ് കൂടിയ വണ്ടിയെന്നാണ് പറയണേ. ഞാനങ്ങനെ ഈ വണ്ടി എടുത്തു. ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയർ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. മേലെ ഒരു ചെറിയ സൺറൂഫൊക്കെ ഉണ്ട്. എന്തുട്ടായാലും കുഴപ്പമില്ല ഏട്ടാ, നൈസ് വണ്ടിയാ. നമുക്കപ്പോൾ ഈ കാറും കൊണ്ട് ഏതെങ്കിലും റേസിൽ കയറാം. അതിനു മുൻപേ നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാം. ഈ വണ്ടി പിന്നെ നല്ല സ്പീഡിൽ പോവും. നമുക്കപ്പോൾ ടോപ്പ് സ്പീഡ് നോക്കാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു ഹൈവേ ഉണ്ട്, നമുക്ക് ഹൈവേയിലേക്ക് പോവാം. ഹൈവേയിലാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ടോപ്പ് സ്പീഡ് നോക്കാൻ പറ്റും. ഓക്കെ, നമ്മളങ്ങനെ ഹൈവേയിൽ എത്തിയേക്കാണ്. ഈ വളവ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാം. ലെറ്റ്സ് ഗോ. ഇതെന്തത്, ഇപ്പൊ തന്നെ 300 കടന്നൂലോ. 300 പോട്ടെ, 400 കടന്നു. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഈ വണ്ടിക്ക് ഭയങ്കര സ്പീഡാ. ഫോർസ ഹൊറൈസൺ 5 ഏറ്റവും സ്പീഡ് കൂടിയ വണ്ടിയാ. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കാണിക്കണത് 480. ഈ വണ്ടി 500 വരെ പോവോ? 500 വരെ പോവോന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഞാൻ പിന്നെ ഈ വണ്ടിയിൽ അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഫുള്ളി മോഡിഫൈഡ് അല്ല, കുറച്ചൊക്കെ മോഡിഫൈ ചെയ്തു. വണ്ടിക്ക് പിന്നെ ഭയങ്കര സ്പീഡാ. ഇത് കണ്ടില്ലേ, 487. അത്ര സ്പീഡിലാ വണ്ടി പോണേ. 500 കടക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടാ. 500 കടന്നാൽ നൈസാണ്. എന്നിട്ടായാലും ഈ കാർ ഓടിക്കാനായിട്ടേ നല്ല രസമാണ് കേട്ടാ. നല്ല സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. സ്പീഡിൽ ഓടിക്കാനായിട്ട് നല്ല രസമാണ്. 488 അതാണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. അതിൻ്റെ മേലെ പോണില്ലേ. എന്തെങ്കിലും ആവട്ടെ, 488 പോണില്ലേ, അതന്നെ വലിയ കാര്യം. ഇവിടെ പിന്നെ ഹൈവേ കഴിഞ്ഞേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ ചെറിയ റോഡാ, നമുക്കപ്പോൾ തിരിച്ച് പോവാം. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും റേസിൽ കയറാം. റേസിൽ കയറിനേക്കാൾ മുമ്പ് നമുക്ക് ജംപ് ടെസ്റ്റ് ചെയ്യാം കേട്ടാ. ജംപ് ടെസ്റ്റ് ഉണ്ടാവില്ലേ, അപ്പോഴാണ് കടന്ന് പോണത്, നമുക്കത് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ഈ റൺവേയിലാണ് നമ്മൾ ജംപ് ടെസ്റ്റ് ചെയ്യുക. കുറച്ചുകൂടി മുമ്പിലേക്ക് പോയാലേ ഒരു റാമ്പൊക്കെ കാണും. എൻ്റെ വണ്ടി പിന്നെ ചെറുതായിട്ട് തട്ടി. അത് സീനില്ലേ, നമുക്ക് ഈ ജംപ് ടെസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇവിടെ വേറെ ഒരു കാറ് വന്നിട്ടുണ്ട്. അയാളും ചിലപ്പോൾ ജംപ് ടെസ്റ്റ് ചെയ്യാൻ പോവും. എന്തെങ്കിലും ആവട്ടെ. ഇത് പിന്നെ കണ്ടില്ലേ, നമ്മുടെ വണ്ടി നല്ല സ്പീഡിൽ പോവുന്നുണ്ട്. നമ്മൾ പിന്നെ എന്തായാലും ജംപ് ടെസ്റ്റിൽ പാസ്സാവും, അത് ഉറപ്പാ. കോണൈസഗ് ജസ്കോ വെച്ചിട്ട് എന്തായാലും ജംപ് ടെസ്റ്റ് പാസ്സാവും. ഇതേ കണ്ടില്ലേ, ഈ പുഴയൊക്കെ സുഖമായിട്ട് കടന്നു. ആ കടൽ വരെ എത്തോ? കടൽ വരെ എത്തിയില്ല, പക്ഷേ പുഴ കടന്നു പോയില്ലേ, അത് മതി. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ജംപ് ടെസ്റ്റിൽ പാസ്സാവണേ. ഇതിനു മുന്നേ സുപ്ര പാസ്സായിട്ടാ. സുപ്ര MK4 ഇല്ലേ, അത് ജംപ് ടെസ്റ്റിൽ പാസ്സായിട്ടുണ്ട്. അത് മാത്രം പാസ്സായുള്ളൂ, വേറെ വണ്ടികളൊന്നും പാസ്സായിട്ടില്ല. ആ സുപ്ര MK4 പക്ഷേ മോഡിഫൈഡ് ആയിരുന്നു, പൗൾ വാക്കറിൻ്റെ പോലത്തെ വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സുപ്ര MK5 കൊണ്ടുവന്നു, അത് പക്ഷേ ജംപ് ടെസ്റ്റിൽ പാസ്സായില്ല. പിന്നീട് ഈ ഒരു കാറാണ് പാസ്സായത്. ഈ ഭാഗത്ത് പിന്നെ ഒരു റേസ് നടക്കുന്നുണ്ട്, അവിടെ ഒരു റേസ് നടക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ കാണുന്ന റേസിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ അങ്ങനെ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഈ റേസിൽ ജയിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഇവിടെ പിന്നെ വേറെ കുറേ കാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ആ വണ്ടികൾക്കും അത്യാവശ്യം പവറൊക്കെ ഉണ്ട്, എല്ലാം മോഡിഫൈഡ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ റേസിൽ ഫസ്റ്റ് അടിക്കാൻ നോക്കാം. ഇതെന്തത്, എല്ലാവരും നല്ല സ്പീഡിൽ പോവാണല്ലോ. നമുക്ക് എല്ലാത്തിനും ഓവർടേക്ക് ചെയ്യണം. ഇത് കണ്ടില്ലേ, വഴി ഭയങ്കര ചെറുതാ, പോരാത്തന്നെ വലിയ വലിയ വളവും. ഇത്ര വലിയ വളവിൻ്റെ ആവശ്യമില്ല. മര്യാദയ്ക്ക് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റണില്ല, അതാ പ്രശ്നം. ഇവിടെ ഇപ്പോൾ നമ്മൾ 5ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ. ഈ ഒരു വണ്ടീനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ 4ാമത്തേൽ എത്തി. 4ാമത്തേൽ എത്തിയിട്ട് കാര്യമില്ല ഏട്ടാ, നമുക്ക് ഫസ്റ്റ് അടിക്കണം. ഫസ്റ്റ് അടിച്ചില്ലെങ്കിൽ ശരിയാവില്ല, കാരണം നമ്മുടെ കയ്യിലേ നല്ല സൂപ്പർ ഫാസ്റ്റ് കാറാണ് ഉള്ളത്. ഈ കാറൊക്കെ ഉണ്ടായിട്ടും ഫസ്റ്റ് അടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. നമുക്ക് ഫസ്റ്റ് അടിക്കണം.
ഇതൊക്കെ ഏതാ കാറ്? ഈ ചുവപ്പ് കാറ് ലംബോർഗിനെ തോന്നുന്നുട്ടാ. കൺവേർട്ടബിൾ കാറായിരുന്നു. അതിന് ഞാൻ ഓവർടേക്ക് ചെയ്തു. നീ ഈ ഒരു കാറ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഇവനും കൂടി ഓവർടേക്ക് ചെയ്യണം. ഇവിടെ പിന്നെ റേസിൽ വലിയ വളവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഓവർടേക്ക് ചെയ്തു. നമ്മളിപ്പോൾ ഫസ്റ്റ് പൊസിഷനിലാണ് നിൽക്കണേ. ഇവിടെ പിന്നെ കണ്ടില്ലേ 78% റേസ് കംപ്ലീറ്റ് ആയിട്ടാ. റേസ് ഇപ്പോൾ കഴിയാറായി. ഇതെന്തത്? ഇവിടെ വലിയൊരു വളവ് വന്നല്ലോ. മര്യാദയ്ക്ക് വണ്ടി വളയ്ക്കാൻ പറ്റിയില്ല. മറ്റവനാണെങ്കിൽ കയറി പോവുകയും ചെയ്തു. അയ്യോ, അവനെ ഓവർടേക്ക് ചെയ്യണട്ടാ. റേസ് കംപ്ലീറ്റ് ആവാറായി. ഓ ഭാഗ്യം, ജസ്റ്റ് മിസ്. എനിക്കവിടെ ഫിനിഷ് ലൈൻ കാണാണ്ട്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഈ റേസിൽ ഫസ്റ്റ് അടിച്ചേക്കാണ് കേട്ടാ. മറ്റവനിപ്പോൾ കയറിപ്പോയാനെ. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ വീൽ സ്പിനൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ കിട്ടാന്ന് നമുക്ക് നോക്കി നോക്കാം. ഓ, നമുക്കിവിടെ ക്യാഷ് കിട്ടിയിട്ടാ 1,25,000. എൻ്റെ കയ്യിൽ വേറെ വീൽ സ്പിനും ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതും കൂടി കറക്കി നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് എന്താണോ കിട്ടുക? ഒരു കാറൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഓ, നമുക്കിവിടെ കാർ കിട്ടിയിട്ടാ. പോർഷെ 911 GT2 RS 18. നൈസ് കാറാ. പിന്നെ 3 ലക്ഷം പൈസയും കിട്ടി. ഈ ഷൂ എന്തിനാ? കാർ ഓടിക്കുന്ന ഗെയിമിന് എന്തിനാ ഷൂവ്? അതെനിക്കിപ്പോഴും മനസ്സിലാവണില്ല. നമുക്കപ്പോൾ ഒന്നുകൂടെ കറക്കി നോക്കാം. ഇപ്രാവശ്യം നമുക്ക് എന്താണോ കിട്ടണേ? 10,000 1000 ഷൂവ് തീട്ടം. ആ വീൽ സ്പിൻ ഇനിയും ഇരിക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടുക? 15,000 5000 പോർഷെ 911. വീണ്ടും നമുക്ക് കാറ് കിട്ടി, അതും പോർഷെ. ഇനി എന്തൊക്കെ കിട്ടുക? ഫോർഡ് ഫാൽക്കോൺ 15. ആ, ഒരു കാറ് കിട്ടിയിട്ടാ. പിന്നെ 2 ലക്ഷം പൈസയും കിട്ടി. അത് കുഴപ്പമില്ല. ഏയ്, ഇതെന്തത്? എനിക്ക് ഒരെണ്ണം കൂടിയും കിട്ടിയല്ലോ വീൽ സ്പിൻ. നമുക്കപ്പോൾ അതും കൂടി കറക്കി നോക്കാം. ഇതിൽ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല ഏട്ടാ. ഇതേ കണ്ടില്ലേ, 40,000 കിട്ടി. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആ, കിടക്കട്ടെ. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ.